വിദ്യാഭ്യാസ കച്ചവട കാര്യത്തിലെങ്കിലും ഈ നൈറ്റ് തൊഴിലാളികൾ ഒന്നിച്ചല്ലോ കർത്താവേ, സ്തോത്രം സ്തോത്രം. പാലാ ബിഷപ്പ് ഹൗസിൽ ക്രൈസ്തവ സഭകളിലെ കൂദാശ മുതലാളിമാരുടെ ഒരു വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കുകയുണ്ടായി. വിളിക്കുന്നത് ഒരു ക്രിസ്തുവിനെയാണെങ്കിലും പല പല സഭകളുണ്ടാക്കി പലതരത്തിലുള്ള കൂദാശകളും അനുഷ്ഠാനക്രമങ്ങളും വേഷവിധാനങ്ങളുമായി നടക്കുന്ന ഇവന്മാർ ഒരുത്തൻ മറ്റൊരുത്തൻ്റെ പള്ളിയിൽ സാധാരണയായി പ്രവേശിക്കാറില്ല. അങ്ങനെ പല സഭകളിലായി നിന്ന് ജനങ്ങളെ തമ്മിലടുപ്പിച്ച് തങ്ങളുടെ പക്ഷത്ത് നിർത്തി കൂദാശിച്ചു പോകുന്ന ഈ മോന്മാർ തല പോയാലും മറ്റൊരുത്തൻ്റെ പള്ളിയിൽ പോവുകയോ അവനുമായി ചങ്ങാത്തം പുലർത്തുകയോ ചെയ്യാത്ത ഈ സാഹചര്യത്തിലാണ് ഈ മോന്മാർ ഇന്ന് സീറോ മലബാർ സഭയുടെ പാലാ രൂപതയുടെ കീഴിൽ കല്ലറങ്ങാടൻ ബിഷപ്പ് ഹൗസിൽ ഇന്ന് വട്ടമേശ സമ്മേളനം കൂടിയത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. കേരളത്തിലെ ഏതാണ്ട് 11 സഭകളുടെ മുതലാളിമാരും പ്രതിനിധികളുമാണ് ഇന്ന് പാലായിൽ സമ്മേളിച്ചത്. സീറോ മലബാർ എക്യുമെനിക്കൽ എഡ്യൂക്കേഷൻ കമ്മീഷണറുടെ, മനസ്സിലായില്ലേ, വലിയ സംഭവമാണ്. വിദ്യാഭ്യാസ കച്ചവടത്തിനുള്ള എക്യുമെനിക്കൽ സംവിധാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഭിന്നശേഷി അധ്യാപക നിയമന സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ആണത്രേ ഇവന്മാർ ഇന്ന് വട്ടമേശ സമ്മേളനം നടത്തിയത്. ക്രിസ്തുവിൻ്റെ പേരിൽ ഇവന്മാർക്ക് ഒന്നിച്ചിരിക്കുവാൻ സാധിച്ചില്ലെങ്കിലും വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ പേരിലെങ്കിലും ഇവന്മാർക്ക് അല്പസമയമെങ്കിലും ഒന്നിച്ചിരിക്കുവാൻ ഇടയായതിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എന്തുകൊണ്ടാണ് കീരിയും പാമ്പും പോലെ ഇന്നലെ വരെ നടന്ന ഇവന്മാർ പെട്ടെന്ന് സന്നദ്ധി സംഘം ചേർന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപകരുടെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം ഒന്നാളി കത്തിച്ചാൽ കുറഞ്ഞത് 1000 കോടി ഉറുപ്പിക ഇങ്ങ് പോരും, ഇവന്മാരെ കൊലയോടെ പക്ഷത്ത് ചേർത്ത് നിർത്താം എന്നത് കണ്ടാണ് സർക്കാർ ഈ വിഷയം ഒന്ന് മൂപ്പിച്ചത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഭിന്നശേഷിക്കാർക്കായി 7000 ഒഴിവുകൾ മാനേജ്മെന്റുകൾ മാറ്റിവെക്കണം എന്നാണ് മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. ഇത് കേട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ കച്ചവടക്കാരായ സകല മെത്രായോളികളുടെയും നെഞ്ചിൽ വെള്ളടി വെട്ടി. 7000 അധ്യാപക ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് കുറഞ്ഞത് 3500 കോടി രൂപ ബ്ലാക്കായി കിട്ടാനുള്ള ഇടപാടാണ് എന്നോർക്കണം. അവന്മാർ അടങ്ങിയിരിക്കുമോ? ചിന്നംവിളിയും വെല്ലുവിളിയുമായി കൂദാശ തൊഴിലാളികൾ കളത്തിലിറങ്ങി. ഒടുവിൽ സംസാരിച്ച് ഒരു ഡീലാക്കി, സബൂറാക്കി. സർക്കാർ സമവായത്തിലായത്രേ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ളത് വേഗം കയ്യിൽ തന്നാൽ ബാക്കി ഞങ്ങൾ ഏറ്റെന്ന്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ തസ്തികകളിലെ നിയമനം പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാക്കുവാൻ അവസരം വന്നത്. ഇതിനായി സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഉദ്യോഗസ്ഥ സമിതികൾ രൂപീകരിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പട്ടികയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി ജില്ലാതല സമിതി റാങ്ക് പട്ടിക തയ്യാറാക്കി. ജില്ലാതല സമിതി തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് നിയമനത്തിനായി ശുപാർശ ചെയ്യും. ഈ ശുപാർശകൾ അനുസരിച്ച് നിയമനം നടത്തേണ്ടുന്നത് സ്കൂൾ മാനേജർമാരുടെ നിയമപരമായ ഉത്തരവാദിത്തമാണെന്നാണ് കോടതി വിധി. ഈ വിഷയത്തിലാണ് സർക്കാരും ഈ ക്രൈസ്തവ മാനേജ്മെന്റുകളും തമ്മിൽ ഒരു സമവാക്യം ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ കൂടെ സർക്കാർ നിൽക്കാം എന്ന വാക്ക് നൽകിയപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തിരിച്ചും സഹായിക്കാം എന്ന് വാക്ക് കൊടുത്തു. 3500 കോടി രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കാൻ പറ്റുമോ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മറ്റു ക്രൈസ്തവ സഭകളിലെ തീവെട്ടുകളെയും തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുവാനും ഹിജാബ് വിവാദം ആളിക്കത്തിച്ച് നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തെ ഒന്ന് ശ്രദ്ധ തിരിച്ച് മാറ്റി സർക്കാരിനെ സഹായിക്കണം എന്ന ആ ടാസ്ക് ഏൽപ്പിച്ചത് ജോസ്മോൻ വഴി പാലായിലെ ഈ കല്ലറങ്ങാടൻ ബിഷപ്പിനെയാണ്. ആ കല്ലറങ്ങാടൻ വിളിച്ച മീറ്റിൽ പങ്കെടുക്കുവാനാണ് ഈ നൈറ്റ് തൊഴിലാളികൾ ഇന്ന് ചാടിത്തുള്ളി പുറപ്പെട്ടത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ തങ്ങൾക്ക് അനുകൂലമായി നിന്ന സർക്കാരിനോടുള്ള കൂറ് ഈ നൈറ്റ് തൊഴിലാളികൾ വരും ദിവസങ്ങളിൽ കാണിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം. ഓർത്തഡോക്സ് സഭയുടെ മത്തായി മൂന്നാമൻ കറുത്ത നൈറ്റിയും ഇട്ട് വന്നപ്പോൾ മർത്തോമാ സഭയുടെ സഫർഗൻ മെത്രാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുളിഞ്ചിക്ക കളറുള്ള നൈറ്റിയും ഇട്ടായിട്ടായിരുന്നു വന്നത്. കുറിച്ചിയിലും പരിസര പ്രദേശങ്ങളിലും മാത്രം കണ്ടുവരുന്ന സഭയായ ജ്ഞാനായ യാക്കോബായ സഭയുടെ തീവട്ടി മെത്രാൽ കണ്ടാൽ കാളയ്ക്ക് പോലും ചൊറിച്ചിലുണ്ടാകുന്ന കടും ചുമല നൈറ്റിയും ഇട്ടാണ് വന്നത്. കല്ലറങ്ങാടനാകട്ടെ മടപ്രാവിൻ്റെ തൂവെള്ളയും. ആഹാ, അങ്ങനെ
പല പല സഭകളെ പ്രതിനിധീകരിച്ച് 11ഓളം നൈറ്റി പൂച്ചാണ്ടി തൊഴിലാളികൾ അവിടെ സന്നിഹിതരായിരുന്നു. ഇവന്മാരുടെ ആ തീരുമാനം മീറ്റിംഗ് കഴിഞ്ഞ് പത്രസമ്മേളനം വിളിച്ച് അറിയിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും, പിതാക്കന്മാരോടും അൽമായരോടുമുള്ള ആ ഒരു ആഭിമുഖ്യം വഴിയാണ് നിങ്ങൾ വന്നത്. സെലിയൂസ് പിതാവ് സംസാരിക്കും. അതിനുശേഷം ടോമി വലിക്കരോടച്ഛൻ നിങ്ങളോട് പ്രതികരിക്കുന്നതാണ്. മാധ്യമ സുഹൃത്തുക്കളോട് പ്രത്യേകമായ സന്തോഷവും നന്ദിയുണ്ട് ഈ സമയത്ത് ഇവിടെ വന്നതിന്. അഭിവന്യ ബെല്ലറങ്കൽ പിതാവിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിലാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ കൂടിയത്. ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പ്രത്യേകമായി നേരിടുന്ന ചില പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ നേരിടുന്നതായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഞങ്ങളിവിടെ കൂടിയത്. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില വിശേഷങ്ങൾ നമുക്ക് എങ്ങനെ അതിനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇവിടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ചിന്ത സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ക്രൈസ്തവ സമൂഹം ഇവിടെ തുടങ്ങിയ കാലം മുതൽ ദേശീയ ഉത്ഗ്രഥനത്തിന് വേണ്ടി ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ചില മേഖലകളെല്ലാം ക്രൈസ്തവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരാശങ്ക ഇവിടെ വന്ന എല്ലാ പിതാക്കന്മാരും ക്രിസ്തീയ നേതാക്കന്മാരും പ്രകടിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഭിന്നശേഷി സംവരണം, അതിനുകൊണ്ടുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ ഇന്ന് ക്രൈസ്തവ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ അതിന് ഒരു പരിഹാരം സുപ്രീം കോടതി ഇന്ന് NSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു റിസർവേഷൻ്റെ വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് ഉത്തരവിറക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല. അതിനെതിരായിട്ട് ഏതെങ്കിലും ഒരു സംഘടനയോ മറ്റുള്ളവരോ ഗവൺമെൻറ്റിൻ്റെ മേൽ യാതൊരു എതിർപ്പും ഉണ്ടാക്കുമെന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. എന്നാൽ അത് ചെയ്യാതെ ക്രൈസ്തവ സഭകളും സുപ്രീം കോടതിയിൽ പോയി വിധി സമ്പാദിക്കണമെന്ന് പറയുന്നത് അത് ക്രൈസ്തവ സഭകളെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഒരുപക്ഷെ പരിഗണിക്കാതെ പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹം എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തും ഒരുമിച്ച് നിന്ന് ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കണമെന്നുള്ളതായ ഒരു ആശയമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത്. അത്തരത്തിൽ ക്രൈസ്തവരെ പ്രത്യേകമായി ബാധിക്കുന്നതായ പ്രശ്നങ്ങളിൽ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് നിന്ന് അതിന് അനീതിയുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ, നീതി നിഷേധമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ ഒരുമിച്ച് ശ്രമിക്കണം, കൂട്ടായി ശ്രമിക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ മുന്നോട്ട് പോകുവാനും കേരളത്തിലെ ക്രൈസ്തവർ ഒരുമിച്ച് അവരുടെ സാക്ഷ്യം തുടർന്നു കൊണ്ടുപോകുവാനും
അതിന്ന് നടത്തുന്നത് പോലെ തന്നെ ഒട്ടും പുറകോട്ടല്ലാതെ മുന്നോട്ട് പോകുവാനും കൂടുതൽ സാക്ഷ്യത്തോടുകൂടെ ജീവിക്കുവാനും ഉള്ള പ്രതിജ്ഞ എടുക്കുവാനായിട്ടാണ് ഞങ്ങളിവിടെ കൂട്ടായി തീരുമാനിച്ചത്. അതനുസരിച്ച് ഏതെല്ലാം മേഖലകളിൽ ഒരുമിച്ച് ചേരാം, പ്രവർത്തിക്കാമെന്നുള്ളത് ഇനിയും തുടർന്നുള്ളതായ സന്ദർഭങ്ങളിൽ വീണ്ടും ഒരുമിച്ചുകൂടി ആലോചിക്കുവാൻ ഇടയാവും. എന്തായിരുന്നാലും ക്രൈസ്തവ സമൂഹങ്ങൾ നടത്തുന്നതായ എല്ലാ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ അത് യാഥാർത്ഥ്യമായി മറ്റുള്ളവരും മനസ്സിലാക്കുവാൻ വേണ്ടതായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഇവിടെ ഉണ്ടായ ഒരു ആശയം. അത് നിങ്ങളോട് പങ്കുവയ്ക്കുക. സമരമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ഭാഗമല്ല. ഞങ്ങൾ സമരത്തിലല്ല പോകുന്നത്. ബോധവൽക്കരണം എവിടെയൊക്കെ നടത്തണമോ അവിടെ അത് നടത്തുക എന്നുള്ളതാണ്. സമരത്തിൽ കൂടെ വിജയിക്കുക എന്നുള്ളതല്ല. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ആശ്വാസകരമാണെന്ന ചിന്ത സഭയ്ക്കുണ്ടോ? ആശ്വാസകരമാകുന്നുള്ള നിലപാട് സഭയ്ക്കില്ല. കാരണം ഇപ്പോഴും സഭയ്ക്കുള്ളതായ റൈറ്റ് യാഥാർത്ഥ്യമാകും NSSന് ലഭിച്ചിരിക്കുന്ന പോലെ എന്ന് ഉള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടാത്തിടത്തോളം കാലം സഭയ്ക്ക് അതിൽ ആശങ്കയുണ്ട്. ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. പരസ്പരം പോരടിച്ചു നിൽക്കുന്ന ഈ മോന്മാർ ഇങ്ങനെയെങ്കിലും ഒരു കച്ചവടക്കാര്യത്തിന് ഒന്നിച്ചല്ലോ, ഒന്നിച്ചിരുന്നല്ലോ കർത്താവേ. നാളെ മുതൽ പിണറായിയോടുള്ള ആ ഒലിപ്പേര് കാണുമ്പോൾ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ ഓർത്തോണം, ഇത് മറ്റേതാണെന്ന് ഓർക്കുക. മുണ്ണക്കുഞ്ഞാടുകളുടെ കാശ് പിരിച്ച് ന്യൂനപക്ഷ സംവരണത്തിൻ്റെ നാമത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പണിയുക, ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ കൊടുക്കുക, ആ നിയമനക്കോഴ ആൾക്കൊന്നിന് 50ഉം 75 ലക്ഷവും കള്ളപ്പണമായി വാങ്ങുക, സുഖിക്കുക. ഇവന്മാരാണ് മയിര് കൊണ്ട് മല വലിക്കുന്നവന്മാർ. കിട്ടിയാൽ മല, പോയാൽ മയിര്. മയിരെന്ന് പറഞ്ഞാൽ മുടി എന്നാണ് അർത്ഥം കേട്ടോ. ദൈവമേ സ്തോത്രം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.